വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. അവയവക്കടത്ത് കേസിൽ സംസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളിൽ ഇ.ഡി. പരിശോധന. 5 സ്വകാര്യ ആശുപത്രികളിലാണ് പരിശോധന നടത്തിയത്. കൊച്ചിയിലും ഇ.ഡിയുടെ പരിശോധന നടത്തുന്നുണ്ട്. ഡാനിയുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, 5 ആശുപത്രികളിലെ പരിശോധനയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയതായി മനസ്സിലാക്കുന്നുണ്ടോ? വിവരങ്ങൾ. പരിശോധനകൾ തുടരുകയാണ് പലയിടങ്ങളിലും. കൊച്ചിയിലാണ് കൂടുതൽ ആശുപത്രികളിൽ പരിശോധന നടക്കുന്നത്. 5ഓളം ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിശോധനയാണ്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ.ഡി. പ്രാഥമികമായ ചില പരിശോധനകളടക്കം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വലിയ രീതിയിലേക്ക് ഈ ആശുപത്രികൾ ഒന്നാകെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിൽ ഇ.ഡി. വരാനിടയായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുമ്പോൾ ഇതിൽ ഈ ഒന്നാം പ്രതിയായ നജീബ് എന്ന് പറയുന്നയാളുടെ അക്കൗണ്ടിലേക്ക് വലിയ തോതിലേക്ക് തുക എത്തിയിട്ടുണ്ട്. പലതും കൈമാറ്റം ചെയ്യപ്പെട്ടതെല്ലാം തന്നെ വലിയ തുകകളാണ്. ചിലത് ആശുപത്രികളിൽ നിന്ന് നേരിട്ട് തുക നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചില വ്യക്തികളിൽ നിന്ന് തുക നൽകിയതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വലിയ തുകകളായതുകൊണ്ട് തന്നെ ഈ തുകകൾ എവിടെ നിന്നാണ്, എങ്ങനെയാണ് സമാഹരിക്കപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിലൊരു വ്യക്തത തേടുകയാണ് ഇ.ഡി. പ്രധാനമായും നജീബിൻ്റെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാന പരിശോധന നടന്നിരിക്കുന്നത്. അതും വിദേശത്ത് നിന്നടക്കം പണം എത്തിയതായിട്ടുള്ള ചില രേഖകളും ഇ.ഡി. കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആശുപത്രികളിൽ എന്താണ് ഈ ആശുപത്രികളുമായി ഇയാൾക്കുള്ളൊരു ബന്ധം എന്താണ്, ഇത്ര കണ്ട തുക കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇയാൾക്ക് ഏത് രീതിയിലാണ് ഈ പണം നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുന്നുണ്ട്. ഒപ്പം ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അവർ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിൽ 5ഓളം പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നജീബാണ് ഈ കേസിലെ ഏറ്റവും മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത്. മറ്റുള്ളവർ പലരും ഈ രേഖകൾ ഉണ്ടാക്കി കൊടുത്ത ഈ അവയവദാതാക്കൾക്ക് വേണ്ടി കൃത്രിമമായ രേഖകൾ, ജനപ്രതിനിധികളുടെ അടക്കമുള്ള രേഖകൾ നിർമ്മിച്ച് നൽകുന്ന കേസിലാണ് മറ്റുള്ളവർ വന്നിരിക്കുന്നത്. അവർക്ക് എല്ലാം കൃത്യമായ രീതിയിൽ കമ്മീഷൻ നൽകിക്കൊണ്ടാണ് ഇടപാടുകൾ നടന്നിരിക്കുന്നത്. ആലപ്പുഴയുടെ തീരമേഖലകൾ കേന്ദ്രീകരിച്ചും ഈ രീതിയിൽ ഈ അവയവദാതാക്കളെ കണ്ടെത്താനുള്ള, ഇരകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയതായെല്ലാം തന്നെ പറഞ്ഞു. അവിടെ നിന്നും ഈ കേസിൽ അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിൽ പ്രധാനമായി ഇപ്പോൾ ഇ.ഡി. കടന്നു വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് മുഖ്യപ്രതിയുടെ അക്കൗണ്ടിലേക്ക് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള തുക എത്തപ്പെട്ട സാഹചര്യം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ എന്താണ് ഈ കേസിൽ ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്, ഏത് രീതിയിലുള്ള ഇടപാടുകൾ നടന്നിരിക്കുന്നു എന്നതിലടക്കമുള്ള അന്വേഷണത്തിലേക്ക് പോവുകയാണ്. ഇതിൽ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് കൊച്ചിയിലാണ് കൂടുതൽ ആശുപത്രികൾ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റിടങ്ങളിലും ആശുപത്രികളിൽ പരിശോധനയുണ്ട്. എന്തായാലും ഈ കേസിൽ ഇ.ഡിയുടെ പരിശോധനകൾ തുടരുകയാണ്. ഇ.ഡിയുടെ പരിശോധനയാണ് തുടരുന്നത്. കഴിഞ്ഞ മാസമാണ് നജീബ് പിടിയിലായത്. വലിയ ശൃംഖല തന്നെ അയാൾക്കുണ്ട് എന്നുള്ളതും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് കൊച്ചിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ആശുപത്രികളിൽ നടത്തിയ ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇ.ഡിയുടെ പരിശോധന നടത്തുന്നതിൽ 5 ആശുപത്രികളിൽ പരിശോധന നടക്കുകയാണ്. ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ് ഇ.ഡിയുടെ ഭാഗത്ത് നിന്ന്.